എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഒരു വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയുടെയൊക്കെ തുടർച്ചയായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ്. നമ്മളിത് ഈ ചാനൽ എന്തിനാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ സാധാരണക്കാർക്കും ട്രേഡ് ചെയ്യാമെന്നുള്ളൊരു ഇതിനു വേണ്ടിയാണ്. ചെറിയ പൈസയ്ക്കും ചെറിയ ആളുകൾക്കും ചെറിയ പണിക്ക് പോകുന്നവർക്കും അങ്ങനെ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം. അങ്ങനെ ഒരു ഇതാണ്. നമ്മളിത് നോർമൽ സ്പെക്കുലേഷൻ അങ്ങനത്തെ സംഭവമല്ല. സ്പെക്കുലേഷൻ ട്രേഡിങ് അങ്ങനെയല്ല, ഇൻട്രാഡേ അങ്ങനത്തെ സംഭവമൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇൻട്രാഡേ ആയിട്ടൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ് നഷ്ടമാണെന്നൊക്കെ ഒരു ടോക്ക് വരാൻ കാരണം അങ്ങനെ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ ഇത് നോർമൽ ട്രേഡിങ്, നമ്മുടെ സ്വിംഗ് ട്രേഡിങ്, ഫ്യൂച്ചേഴ്സ്, സ്വിംഗ് ട്രേഡിങ്, ഫ്യൂച്ചറിലേക്കുള്ള ട്രേഡിങ്, അങ്ങനെയൊക്കെ ലോങ് ടൈം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ദിവസം സെപ്റ്റംബർ 6. അപ്പോൾ ഇപ്പോൾ സെപ്റ്റംബറിലെ എൻ്റെ 33 രൂപയുള്ളൂ ബാലൻസ്. ഞാൻ 1500 എല്ലാ മാസവും ഇടുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയാൽ കാണാം. ഇപ്പോൾ നമ്മൾ എൻ്റെ വീഡിയോസൊന്നും ചിലപ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ സാധാരണക്കാരുടെ രീതിയിൽ തന്നെയാണ് ഞാനെല്ലാം പറയുന്നത്. ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു, ജസ്റ്റ് ഇടുന്നു, അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആയിരിക്കും, എങ്കിലും കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു കാണുന്ന എല്ലാവർക്കും തന്നെ ഇത് വഴി ഒരു മോട്ടിവേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ ഇപ്പോൾ 1500 ഞാൻ ഓരോ മാസം ഇടുന്നു. അതിന് മുകളിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല ഇതാക്കാൻ പറ്റുമെന്നൊരു ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് ലൈവായിട്ട് കാണിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പോർട്ട്ഫോളിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് എൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ കാണിച്ചു തരും ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, അന്ന് ഞാൻ ഇട്ട പൈസയും അന്ന് ഞാൻ കാണിച്ച ഈ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ നല്ല റിട്ടേൺ കിട്ടുമെന്നൊക്കെ സ്റ്റോക്കിൽ നിന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒക്കെ എല്ലാവർക്കും പറയാവുന്നതാണ്. അപ്പോൾ പിന്നെന്താണ്, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ശ്രദ്ധിച്ചറിയാം. ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ജൂലൈയിലിട്ടു, ഓഗസ്റ്റിലിട്ടു, ഇപ്പോൾ സെപ്റ്റംബർ 3ാമത്തെ മാസമാണ്. അപ്പോൾ അതിന് ഫ്യൂച്ചറിൽ എനിക്കും തന്നെ നോക്കുമ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ എനിക്കും ഒരു ഇൻസ്പിറേഷൻ ആവുമല്ലോ. അപ്പോൾ അതിനും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞതിൽ ഞാൻ ഒരു സ്റ്റോക്കിനെ കാണിച്ചെന്ന് തോന്നുന്നു. സിർമ എന്ന സ്റ്റോക്ക് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു. അതിന് മുമ്പത്തെ ഒന്നും ആ സ്റ്റോക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഫസ്റ്റ് വാങ്ങിയ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇത്രയാണ്. സിൽവർ വാങ്ങി, ബാങ്ക് വാങ്ങി, ഗോൾഡ് വാങ്ങി, നിഫ്റ്റി 50 വാങ്ങി, പ്രകാശ് പൈപ്പ് വാങ്ങി. പ്രകാശ് പൈപ്പ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മളങ്ങനെ ഒരുപാട് നാൾ ഹോൾഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. വലിയ കുഴപ്പമില്ലാത്ത ഫിനാൻഷ്യലുണ്ട്, മറ്റേ ഫണ്ടമെൻ്റൽസ് ഉണ്ട് നോക്കിയപ്പോൾ. ഓവറല്ല, എന്നാലും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് വാങ്ങിയതാണ്. അത് ഒരുപാട് നാളത്തേട്ട് വയ്ക്കില്ല. പിന്നെ ഫണ്ടമെൻ്റൽസും കുറച്ചൊരു ടെക്നിക്കിനും കൂടെ നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇതൊക്കെ ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിലൊക്കെ വാങ്ങുക. ഞാൻ വാങ്ങുന്നത് കണ്ട് ഇതേ സ്റ്റോക്കൊക്കെ വാങ്ങാനും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതൊക്കെ അത്യാവശ്യം ഗോൾഡ് സിൽവറൊക്കെ നല്ല ഇതാണെന്ന് നമുക്കൊരു വിശ്വാസമുള്ളപ്പോൾ വാങ്ങുന്നതാണ്. അത് കഴിഞ്ഞിപ്പോൾ നോക്കി ഓഗസ്റ്റിൽ അത് റീഫണ്ട് വന്നതാണ് ഓട്ടോ. ഓഗസ്റ്റിൽ കാണിച്ചത്. ഓഗസ്റ്റിൽ പിന്നെ അപ്പോൾ നോക്കിയോ, ബാങ്ക് ഒന്നുകൂടി വാങ്ങി, ബാക്കി 1500 ഇട്ടിട്ട് ബാങ്ക് വാങ്ങി, നിഫ്റ്റി 50 വാങ്ങി, പ്രകാശ് പൈപ്പ് ഒന്നുകൂടി വാങ്ങി. ഇതൊക്കെ ഞാൻ വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ വാങ്ങിയ സ്റ്റോക്കുകളിൽ ഇതൊക്കെ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഡൗൺ ആയിരിക്കുന്നതുകൊണ്ട് ആ സ്റ്റോക്കുകൾ നമ്മൾ ആദ്യം വാങ്ങും. പിന്നെ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്നൊക്കെ ചിലപ്പോൾ ഒരു മാസം ഞാൻ എന്തെങ്കിലും കുറേ നോക്കി കഴിയുമ്പോഴും അങ്ങനെ നമ്മുടേതായ രീതിയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും എക്സ്ട്രാ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു മാസം ആ സ്റ്റോക്ക് വാങ്ങും വെറുതെ. ഒരുപാട് നാൾ ഹോൾഡ് ചെയ്ത് വയ്ക്കില്ല ചില സ്റ്റോക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വാങ്ങിയാണ് കാസ്ട്രോൾ. ഒരെണ്ണം കണ്ടോ, എല്ലാം ഒരെണ്ണമാണ് വാങ്ങിയേക്കണേ. ഓക്കെ,
പ്രകാശ് പൈപ്പും നിഫ്റ്റി 15 ബാങ്കും ഇപ്പോൾ 2 സ്റ്റോക്കായി. കഴിഞ്ഞ മാസത്തെ ജൂലൈയിൽ വാങ്ങി, ഇപ്പോൾ ഓഗസ്റ്റിലും ഇത് 3 വാങ്ങി. ലാസ്റ്റത്തെ കാസ്ട്രോൾ എക്സ്ട്രാ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗോൾഡും സിൽവറും കിടക്കുന്നുണ്ടല്ലോ, അതും ഒരെണ്ണമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ സെപ്റ്റംബറിലാണ്. സെപ്റ്റംബറിൽ നമ്മൾ എക്സ്ട്രാ ഒരു സ്റ്റോക്ക് ആഡ് ചെയ്തു. നമ്മൾ 1-ാം തീയതി എല്ലാ ഒരു ദിവസമായിരുന്നു ഞാൻ വാങ്ങാറുള്ളത്. ഇത് പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു തോന്നുന്നു, അന്നെല്ലാം ഭയങ്കരമായിട്ട് ഹൈ ആയിരുന്നു ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച സ്റ്റോക്കുകളൊക്കെ. 1 ഡേ റിട്ടേൺ ഭയങ്കര കൂടുതലായിരുന്നു, അതുകൊണ്ട് പിന്നെ വാങ്ങാൻ നിന്നില്ല. സിർമ എന്ന സ്റ്റോക്ക് വാങ്ങി, ഒരെണ്ണം വാങ്ങി. 1500 ഇട്ടു, ഒരെണ്ണം വാങ്ങി. അടുത്ത ദിവസം ഞാൻ 2-ാം തീയതി കാസ്ട്രോൾ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റോക്ക് അതൊന്നുകൂടി ആഡ് ചെയ്തു. കാസ്ട്രോൾ 2 എണ്ണമായി തോന്നുന്നു. സിൽവർ കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. സിൽവർ ഓൾറെഡി തന്നെ എനിക്ക് 15% തന്നെ ആയായിരുന്നു. കുറച്ച് കുറഞ്ഞപ്പോൾ ഞാൻ ഒന്നുകൂടി വാങ്ങി. ഫ്യൂച്ചറിലേക്ക് വാങ്ങുന്ന സ്റ്റോക്കാണല്ലോ സിൽവറൊക്കെ. ട്രേഡഡ് ഫണ്ടാണിത്, ഇക്വിറ്റി ETF ആണ്. അപ്പോൾ സിൽവർ വാങ്ങി, ഗോൾഡും വാങ്ങി. ഗോൾഡും ഇപ്പോൾ 2 ആയി. കാസ്ട്രോൾ 2 ആയി. പ്രകാശ് പൈപ്പ് ഒന്നുകൂടി വാങ്ങി. പ്രകാശ് പൈപ്പ് 3 എണ്ണമായി തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് വാങ്ങിയേക്കണേ. ഇനി ഇത്ര മതിയെന്ന് തോന്നുന്നു ഈ വീഡിയോയിൽ. അടുത്ത വീഡിയോ മുതൽ നമ്മൾ പോർട്ട്ഫോളിയോ കാണിച്ചുകൊണ്ടുള്ള വീഡിയോസ് അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം ഞാൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ കമൻറ്റിൽ ചെയ്യാവുന്ന കേട്ടോ. സാധാരണക്കാരനകത്ത് ഉദ്ദേശിച്ചുള്ളൂ, വലിയ ട്രേഡർ വലിയ ഒരുപാട് അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. സാധാരണക്കാർ ഇപ്പം എനിക്കിപ്പോൾ 1500 ഒരു മാസം മാറ്റി വയ്ക്കാൻ പറ്റും. 1500 പോയാലും എനിക്കൊന്നുമില്ല, അത് പോയാൽ ഓക്കെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നു. അങ്ങനെയുള്ള പൈസ ഇടുന്നവർ അങ്ങനെ ചെയ്യാം. ഓക്കെ, കൂടുതൽ പൈസ ഉള്ളവർ കൂടുതലിടാം, ഡിപ്പെൻസാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.